ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്നൊരു ഉത്സവം കണ്ടിട്ട് വന്നാലോ. ഇന്ന് കുംഭഭരണിയല്ലേ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ കുംഭഭരണി മഹോത്സവം നടക്കുന്നുണ്ട്. എന്നാൽ നമുക്കത് കാണാൻ പോവാം. ഞാൻ അമ്മയും കൂടിയാട്ടോ ഉത്സവത്തിന് പോകുന്നത്. അപ്പോൾ അമ്മേൻ്റെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയത് അമ്മ വരുന്നുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ഞാൻ അമ്മേൻ്റെ കൂടെ വണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ പോവാട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഡെക്കറേഷനൊക്കെ കളറായിരുന്നു. ഞാനും അമ്മയും കൂടി കൈയൊക്കെ കോർത്ത് പിടിച്ച് മുകളിലോട്ട് നടന്നു കേട്ടോ. അപ്പോൾ അത് ആ സൈഡിൽ ഒരുപാട് ലൈറ്റുകളും ജിലേബീൻ്റെ ഒരു കടയും പിന്നെ അതുപോലെ ബലൂണുകളും കടകളും ഒക്കെ ഉണ്ടായിരുന്നു. വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വരവ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ജുരുവിനെ വന്നപ്പോൾ തന്നെ ഞാൻ കയ്യിലെടുത്തു. കാശിക്കുട്ടൻ ഒരു മോതിരമൊക്കെ വാങ്ങി ഞങ്ങൾ കൈയൊക്കെ കോർത്ത് പിടിച്ച് അങ്ങനെ നടന്ന് അമ്പലത്തിലേക്ക് കയറിയേ. പിന്നീട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണശാലയിലെത്തി. നല്ല ചോറും സാമ്പാറും പച്ചടിയും ക്യാബേജ് തോരനും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് അന്നദാനത്തിനുണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഭക്ഷണമായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പം മക്കൾക്ക് 2 പേർക്കും ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. 2 ആളും ഐസ്ക്രീം നല്ലോണം ആസ്വദിച്ച് കഴിച്ചു. സ്റ്റേജിൽ ചെറിയൊരു ഗാനമേള പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ അവർ പാടിയിരുന്നത്. അപ്പം ഞങ്ങൾ അതൊക്കെ കേട്ടിരുന്നു. മഞ്ചാടിയും കാശിയൊക്കെ നല്ലോണം ആസ്വദിച്ച് അതിലൂടെ ഓടി നടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ചാടി ഞാനും വലിയ വലിയ വർത്തമാനങ്ങളായി. അത് കഴിഞ്ഞിട്ട് ആ വരവ് വന്ന് ADM ബാൻഡിൻ്റെ ഒരു ഫെസ്റ്റ് പോലെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എൻട്രി ആയിരുന്നു അവർ. ഒരു രക്ഷയില്ലാത്ത എൻട്രി. അവരുടെ എൻട്രി മൊത്തത്തിലൊരു കളറായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു വാദ്യമേളത്തോടുകൂടി താലം പ്രവേശിച്ചു കേട്ടോ അമ്പലത്തിലേക്ക്. വാദ്യമേളങ്ങൾക്ക് പിന്നിലായിട്ട് മുത്തുക്കുട എടുത്ത് ചേച്ചിമാരും വരുന്നുണ്ടായിരുന്നേ. അതിനു പുറകെ തന്നെ മുളത്താലമായിട്ട് അമ്മമാരും വന്നിരുന്നു. അതിന് പിന്നിലായിട്ട് വിശറിത്താലമായിട്ട് ഒരുപാട് കുട്ടികൾ നടന്നു വരുന്നുണ്ടായിരുന്നു. പിന്നീട് പൂത്താലം ഉണ്ടായിരുന്നു കേട്ടോ. പൂത്താലത്തിനുള്ളിൽ പട്ടുപാവടയൊക്കെ എടുത്ത് സുന്ദരിയായി നമ്മുടെ സൂര്യചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഹായ് തരുന്ന നമുക്കാണ്. താലം അമ്പലത്തിലേക്ക് കടന്നു വന്നപ്പോൾ അടിപൊളി ശിങ്കാരികളുണ്ടായിരുന്നു. ഇവരുടെ കൊട്ടും ഓരോ മൊമെന്റ്സും അടിപൊളിയായിരുന്നു. ഓരോ കാഴ്ചക്കാരും നോക്കിയിരുന്നു വരും. നിങ്ങളും ഒന്ന് കണ്ടു നോക്കിയേ.
ശിങ്കാരിമേളക്കാർ അവസാനം ഗ്രൗണ്ട് അങ്ങ് തൂത്തുവാരി. നല്ല ഉഷാറ് പരിപാടിയായിരുന്നു. ശിങ്കാരിമേളക്കാർക്ക് കൂട്ടായി ദേവനൃത്തവും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഉഷാറ് കാവടി ഉണ്ടായിരുന്നു. കാവടിനുള്ളിൽ മയിലാട്ടോ കാളയാട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ADM ഫെസ്റ്റായിരുന്നു. ബാൻഡുകാർ ഒരു രക്ഷയില്ല. അവരവരുടെ മൊത്തം എനർജിയും കൊടുത്തിട്ട് നല്ല അടിപൊളി അടാറായിട്ടും തന്നെ കാഴ്ചവെച്ചു കേട്ടോ. ബാൻഡ് മേളം തകർത്ത് വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് വെടിക്കെട്ട് തുടങ്ങുന്നത്. വെടിക്കെട്ടും ബാൻഡ് മേളവും ഒക്കെ കൂടി വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഉത്സവം മൊത്തത്തിലൊന്ന് കളറാവാൻ വേറെ എന്താല്ലേ വേണ്ടത്? ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഇപ്രാവശ്യത്തെ ഉത്സവം ഞങ്ങളങ്ങ് കൊഴുപ്പിച്ചു. വെടിക്കെട്ടൊക്കെ അടാറായി നടന്നു. ഉത്സവം മൊത്തത്തിൽ കളറായി.